യേശുരക്ഷകനല്ലയോ പരമോന്നതൻ സ്ഥാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. പരമോന്നതൻ സ്ഥാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട്. കണ്ടുപോരു പാപിയെ ജ്ഞാനമേൽക്കുവാൻ പോകുന്നു. അത് പ്രാർത്ഥിക്കാം. വളരെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിഞ്ഞ് വിശ്വസിച്ച് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാനും കർത്താവിനെ വളരെ നന്നായി സാക്ഷിക്കാനും കർത്താവ് കൃപ കൊടുത്തു. ഈ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇനിയും കർത്താവിനെ സേവിച്ച് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി വിശ്വസ്ത സാക്ഷിയെ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജോഷി ശബ്ദമെടുത്തി പ്രാർത്ഥിക്കും. നമുക്ക് സഭയ്ക്ക് ഒന്നടങ്കം വളരെ ശ്രദ്ധയോടെ ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന് വലിയവനായ ഞങ്ങളുടെ പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ദയയാൽ, അവിടുത്തെ കരുണയാൽ സഭയായിട്ട് ഈ രീതിയിൽ ഒരു ക്രമീകരണം നടത്തുവാനും അതിൻ്റെ അഞ്ച് കുഞ്ഞുങ്ങൾ അവരുടെ തീരുമാനം പരസ്യമായിട്ട് അറിയിപ്പാനായിട്ട് ഇടയാക്കിയിരിക്കുകയാണ്. അവിടുത്തെ കൽപ്പനയാണ്. ആ കൽപ്പന ആചരിപ്പാനായിട്ടുള്ള സന്തോഷം അവർക്ക് കൊടുത്തു. അതിനായ സ്പോൺസിന് പ്രത്യേകത മോണിറ്ററോടത്തിന് ഞാൻ കേൾപ്പിച്ച സാക്ഷ്യം പോലെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങയെ രക്ഷിതാവായിട്ട് അംഗീകരിപ്പാനായിട്ട് ഇടയാച്ചിരുന്നു. ഇതുവരെയും ഗ്രഹിഷ്യമായിട്ട് കുടുംബത്തിലും സഭയിലും ചേർന്ന് രക്ഷിക്കപ്പെട്ട ഒരു പൈതൽ എന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി പരസ്യമായിട്ട് സമൂഹത്തിന് മുമ്പിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലാവട്ടെ, ഇനി ഹയർ സ്റ്റഡിക്ക് പോകുമ്പോഴാവട്ടെ, എവിടെയും ഞാൻ ദൈവ പൈതലാണെന്നുള്ള ആ സാക്ഷി പുലർത്തുവാനായിട്ട് പരസ്യമായിട്ട് അങ്ങയെ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള കൽപ്പന ആചരിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അത് ഇപ്പോൾ എടുത്തിരിക്കുന്നതായ തീരുമാനം ജീവിതാന്ത്യം വരെ പിന്തുടരുവാൻ തക്കണം ആവശ്യമായ കൃപ അവിടുന്ന് കൊടുക്കണം. ഒരിക്കലും വീണുപോയി എന്ന് വരുവാൻ ഇടയാതോണം. ഇപ്പോൾ ഉള്ള സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ, ലോകം എൻ്റെ പിന്നിലാണ്, ക്രൂശ് എൻ്റെ മുമ്പിലാണ് എന്നുള്ള ആ മനോഭാവത്തിൽ അവൻ്റെ സംസാരമാവട്ടെ, അവൻ്റെ പ്രവൃത്തിയാവട്ടെ, അവൻ്റെ ഇടപെടലുകളാവട്ടെ, എല്ലാ നിലയിലും അത് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കടന്നു പോകാൻ തക്കണം. ഇത് മുഖാന്തരം ഇടയാക്കി തീർക്കണം. ഇന്നത്തെ ദിവസം അവൻ്റെ ജീവിതത്തിലെ വലിയ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ തീരുമാനം അന്ത്യം വരെ നിലനിർത്തുവാൻ തക്കണം ആവശ്യമായ കൃപയോടുകൂടി കർത്താവെ ആ കരുണയോടുകൂടി അവിടുന്ന് കാവലും പരിപാലനം ഉണ്ടായിരിക്കുമാറാണെങ്കിൽ ഇത്രത്തോളം നല്ലൊരു സാവകാശം അവിടുന്ന് ഒരുക്കി തന്നു. അതിനായി സ്പോൺ ചെയ്യുന്നു. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയമോനോട്ട സർവശക്തിയുള്ള പിതാവും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള സകലത്തിൻ്റെയും സൃഷ്ടിതാവുമായിട്ടുള്ളത് 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് ഈ ലോകത്തിൽ കന്യകയിൽ നിന്ന് ഭൂജാതനാകുകയും തിരുവഴുത്തിൻ പ്രകാരം പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് യഹൂദന്മാരാൽ കഷ്ടം അനുഭവിച്ച് നിന്ദകളും പീഡകളും എല്ലാ ദോഷങ്ങളും ഏറ്റെടുത്ത് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രൂശിക്കപ്പെട്ട് ക്രൂശിൽ മരണം അനുഭവിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തിരുവഴുത്തിൻ പ്രകാരം സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇന്നും തൻ്റെ സഭയ്ക്കായി പക്ഷപാതം ചെയ്തുകൊണ്ട് ജീവിക്കുന്നെന്നും താമസമിന അവൻ നമ്മെ ചേർക്കുവാൻ വരുന്നു എന്നും അവൻ വരുമ്പോൾ നീയും അവനോടുകൂടെ എടുക്കപ്പെടും എന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രിയ മുന്നോട്ട നിന്റെ സാക്ഷിവചന നിമിത്തം സഭ കാണുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം സ്നേഹന്മാരുടെ നടപടിക്രമം അനുസരിച്ച് നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മാമോദിസ കഴിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായി ഏറ്റവും വിജയകരമായ ക്രിസ്തീയനായി പന്തക്കോണ കർത്താവ് നിനക്ക് കൃപ നൽകുമാറാകട്ടെ. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു